ലോകം പാഠം 4 മെഷീൻ ലേണിംഗ് ഡാറ്റയെ അടിസ്ഥാനമാക്കി പ്രവചനങ്ങളോ തീരുമാനങ്ങളോ എടുക്കുന്നതിന് ഒരു അൽഗോരിതം പരിശീലിപ്പിച്ചുകൊണ്ട് മോഡലുകൾ സൃഷ്ടിക്കുന്നത് ഉൾപ്പെടുന്ന മെഷീൻ ലേണിംഗ് ആണ് ഉള്ളത്. നിർദ്ദിഷ്ട ജോലികൾക്കായി വ്യക്തമായി പ്രോഗ്രാം ചെയ്യാതെ തന്നെ ഡാറ്റയിൽ നിന്ന് പഠിക്കാനും പ്രവചിക്കാനും കമ്പ്യൂട്ടറുകളെ പ്രാപ്തമാക്കുന്ന വിശാലമായ സാങ്കേതിക വിദ്യാനുമാനങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. പല സ്ഥലങ്ങളിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെഷീൻ ലേണിംഗ് എന്നീ പദങ്ങൾ പരസ്പരം മാറി ഉപയോഗിക്കുന്നത് നിങ്ങൾ കണ്ടേക്കാം. എന്നാൽ സാങ്കേതികമായി മെഷീൻ ലേണിംഗ് കൃത്രിമ ബുദ്ധിയുടെ മറ്റ് പല ശാഖകളിൽ ഒന്നാണ്. ഡാറ്റയെ പരസ്പരം ബന്ധിപ്പിക്കുന്നതിന് അൽഗോരിതങ്ങളും സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡലുകളും വികസിപ്പിക്കുന്നതിന്റെ ശാസ്ത്രമാണിത്. നിർദ്ദിഷ്ട ജോലികൾക്കായി വ്യക്തമായി പ്രോഗ്രാം ചെയ്യാതെ തന്നെ ഡാറ്റയിൽ നിന്ന് പഠിക്കാനും അനുമാനങ്ങൾ എടുക്കാനും കമ്പ്യൂട്ടറുകളെ പ്രാപ്തമാക്കുന്ന വിശാലമായ സാങ്കേതിക വിദ്യകൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. വലിയ അളവിലുള്ള ചരിത്രപരമായ ഡാറ്റ പ്രോസസ്സ് ചെയ്യുന്നതിനും ഡാറ്റ പാറ്റേണുകൾ തിരിച്ചറിയുന്നതിനും കമ്പ്യൂട്ടർ സിസ്റ്റങ്ങൾ മെഷീൻ ലേണിംഗ് അൽഗോരിതങ്ങൾ ഉപയോഗിക്കുന്നു. നിലവിലെ സാഹചര്യത്തിൽ മെഷീൻ ലേണിംഗ് എന്നത് ലേണിംഗ് മോഡലുകൾ എന്ന് വിളിക്കുന്ന ഒരു കൂട്ടം സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കുകളെ സൂചിപ്പിക്കുന്നു. നിങ്ങൾക്ക് സ്വതന്ത്രമായി അത് ഉപയോഗിക്കാനോ മറ്റ് സങ്കീർണമായ ടെക്നിക്കുകളെ പിന്തുണയ്ക്കാനോ കഴിയും. കാലക്രമേണ പ്രകടനം മെച്ചപ്പെടുത്തുന്നതിന് പുതിയ ഡാറ്റയിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നും പഠിക്കാൻ സിസ്റ്റങ്ങളെ അനുവദിക്കുന്ന പഠന പ്രക്രിയകൾ. ഡാറ്റയിൽ നിന്ന് യുക്തിസഹമായ നിഗമനങ്ങളിൽ എവിടെ എത്തിച്ചേരാനാകുമെന്ന് ന്യായവാദം ചെയ്യൽ, രോഗനിർണയം മുതൽ പ്രക്രിയകൾ ഒപ്റ്റിമൈസ് ചെയ്യുന്നത് വരെയുള്ള സങ്കീർണമായ പ്രശ്നങ്ങൾ പരിഹരിക്കൽ, ഇമേജ് തിരിച്ചറിയൽ വഴി സെൻസറി ഡാറ്റയെ വ്യാഖ്യാനിക്കാൻ കഴിയുന്ന പെർസെപ്ഷൻ തുടങ്ങിയവ അതിന്റെ പ്രധാന പ്രവർത്തനങ്ങളാണ്. വ്യക്തമായി പ്രോഗ്രാം ചെയ്യാതെ തന്നെ അൽഗോരിതങ്ങൾ പുതിയ ഡാറ്റയിൽ നിന്ന് പഠിക്കുകയും അവയുമായി പൊരുത്തപ്പെടുകയും ചെയ്യുന്ന മെഷീൻ ലേണിംഗ്, മില്ലിലർ പോലുള്ള പ്രധാന സാങ്കേതികവിദ്യകൾ ഉപയോഗിച്ച് സംസാരിക്കുകയും എഴുതുകയും ചെയ്യുന്ന മനുഷ്യഭാഷ മനസ്സിലാക്കാനും പ്രതികരിക്കാനും മെഷീനുകളെ അനുവദിക്കുന്ന ഭാഷാ ധാരണാശേഷിയും തർക്കുണ്ട്. കൂടാതെ ആഴത്തിലുള്ള പഠനം പോലുള്ള നിരവധി ആധുനിക മുന്നേറ്റങ്ങൾക്ക് അടിസ്ഥാനമായ മനുഷ്യ മസ്തിഷ്കത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട മൾട്ടിലെയർഡ് ന്യൂറൽ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ച് ഡാറ്റയിൽ നിന്ന് സങ്കീർണമായ സവിശേഷതകൾ വേർതിരിച്ചെടുക്കുന്നതിനും മില്ലിലർ ഉപയോഗിക്കുന്നു. അലക്സ, സിരി, ഗൂഗിൾ അസിസ്റ്റന്റ് എന്നിവ പോലുള്ള വെർച്വൽ അസിസ്റ്റന്റുമാർ തുടങ്ങിയവ ദൈനംദിന ജീവിതത്തിലും വ്യവസായത്തിലുമുള്ള ഇതിന്റെ ഉദാഹരണങ്ങളാണ്. വോയിസ് കമാൻഡുകൾ മനസ്സിലാക്കി ഉള്ളടക്കവും ഉൽപ്പന്നങ്ങളും നിർദ്ദേശിക്കാൻ നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പോലുള്ള ശുപാർശ എഞ്ചിനുകൾ ഉപയോഗിക്കുന്നു. വഞ്ചനാപരമായ ക്രെഡിറ്റ് കാർഡ് വാങ്ങലുകൾ കണ്ടെത്തൽ, വ്യക്തിഗതമായ സാമ്പത്തിക ഉപദേശം നൽകൽ തുടങ്ങിയ ധനകാര്യ സഹായം, രോഗനിർണയം, മയക്കുമരുന്ന് കണ്ടെത്തൽ എന്നീ ആരോഗ്യ സംരക്ഷണ തിരയൽ ഫലങ്ങൾ റാങ്ക് ചെയ്യുകയും നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്ന അൽഗോരിതങ്ങൾ ഉപയോഗിക്കുന്ന സെർച്ച് എഞ്ചിനുകൾ, സെൽഫ് ഡ്രൈവിംഗ് കാറുകൾ, വാഹനങ്ങൾ എന്നിവയും ഇതിന്റെ ഉദാഹരണങ്ങൾ ആണിതിനൊക്കെ നിരവധി തരം മെഷീൻ ലേണിംഗ് ടെക്നിക്കുകളോ അൽഗോരിതങ്ങളോ ഉണ്ട്. ഇവയിൽ ഓരോന്നും വ്യത്യസ്ത തരത്തിലുള്ള പ്രശ്നങ്ങൾക്കും ഡാറ്റയ്ക്കും അനുയോജ്യമാണ്. എന്നാൽ ഏറ്റവും ജനപ്രിയമായ മെഷീൻ ലേണിംഗ് അൽഗോരിതങ്ങളിൽ ഒന്നിനെ ന്യൂറൽ നെറ്റ്വർക്ക് അല്ലെങ്കിൽ കൃത്രിമ ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് വിളിക്കുന്നു. ന്യൂറൽ നെറ്റ്വർക്കുകൾ മനുഷ്യ തലച്ചോറിന്റെ ഘടനയും പ്രവർത്തനവും മാതൃകയാക്കിയാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. സങ്കീർണമായ ഡാറ്റ പ്രോസസ്സ് ചെയ്യുന്നതിനും വിശകലനം ചെയ്യുന്നതിനും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന നോഡുകളുടെ പരസ്പരബന്ധിത പാളികൾ, ന്യൂറോണുകളോട് സാമ്യമുള്ളത്, ഒരു ന്യൂറൽ നെറ്റ്വർക്കിൽ അടങ്ങിയിരിക്കുന്നു. വലിയ അളവിലുള്ള ഡാറ്റയിലെ സങ്കീർണമായ പാറ്റേണുകളും ബന്ധങ്ങളും തിരിച്ചറിയുന്നത് ഉൾപ്പെടുന്ന ജോലികൾക്ക് ന്യൂറൽ നെറ്റ്വർക്കുകൾ നന്നായി ഉപയോഗപ്പെടുന്നുണ്ട്. ഡാറ്റയിൽ നിന്ന് പഠിക്കുന്നതിനായി ന്യൂറോണുകൾ തമ്മിലുള്ള കണക്ഷനുകളുടെ ഭാരം ക്രമീകരിച്ചുകൊണ്ട് ഈ നെറ്റ്വർക്കുകൾ വിവരങ്ങൾ പ്രോസസ്സ് ചെയ്യുന്നു. ഇതു പാറ്റേണുകൾ തിരിച്ചറിയാനും പ്രവചനങ്ങൾ നടത്താനും ഇമേജ് റെക്കഗ്നിഷൻ, നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ്, പ്രവചനം തുടങ്ങിയ സങ്കീർണമായ പ്രശ്നങ്ങൾ പരിഹരിക്കാനും അവയെ പ്രാപ്തമാക്കുന്നു. മെഷീൻ ലേണിംഗിന്റെ ഏറ്റവും ലളിതമായ രൂപത്തെ സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് വിളിക്കുന്നു. ഇതിൽ ഡാറ്റയെ തരംതിരിക്കാനും ഫലങ്ങൾ കൃത്യമായി പ്രവചിക്കാനും അൽഗോരിതങ്ങൾ പരിശീലിപ്പിച്ച ലേബൽ ചെയ്ത ഡാറ്റസെറ്റുകൾ ഉപയോഗിക്കുന്നു. സൂപ്പർവൈസ്ഡ് ലേണിംഗിൽ മനുഷ്യർ ഓരോ പരിശീലന ഉദാഹരണവും ഒരു ഔട്ട്പുട്ട് ലേബലുമായി ജോഡിയാക്കുന്നു. പരിശീലന ഡാറ്റയിലെ ഇൻപുട്ടുകളും ഔട്ട്പുട്ടുകളും തമ്മിലുള്ള മാപ്പിംഗ് പഠിക്കുക എന്നതാണ് ലക്ഷ്യം. അതുവഴി പുതിയതും കാണാത്തതുമായ ഡാറ്റയുടെ ലേബലുകൾ പ്രവചിക്കാനും കഴിയും. അടുത്തതായി ഞാൻ ഡീപ് ലേണിംഗിനെക്കുറിച്ച്